Hello all my dears, welcome back to our YouTube channel Universe of Tarot 1111. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണലായിട്ട് റീഡിങ്സ് ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് ഓണം ഓഫർ പ്രൈസ് ഉണ്ട്, താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. നിങ്ങളുടെ പേഴ്സൺ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, എന്തായാലും റീഡിങ്സിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക, വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി മാത്രം റീഡിങ്സ് കാണുക. Please pray us. The chemistry and the twin flame energy. Okay, the soul spark. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ എത്രത്തോളം അഡിക്റ്റഡ് ആണ്. ഡിവൈൻ പ്ലീസ് പ്രേ us. The blockage, the boundaries. Okay. Please pray us. Please pray us. Please pray us. Six of Pentacles, 10 of Cups. Divine, please pray us. Ace of Wands. Two of Pentacles, the Sun, and the Emperor. Okay, bottom of the deck വന്നിരിക്കുന്നത് Two of Wands ആണ്. Okay, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിക്കുന്നത്, ഇല്ലെങ്കിൽ വെറുതെ നിങ്ങളെ പറ്റിക്കുകയാണോ എന്താണെന്നുള്ളൊരു കാര്യം നോക്കുമ്പോൾ ഇവരുടെ പാസ്റ്റ് തന്നെയാണ് നമുക്ക് എടുത്ത് കാണിക്കുന്നത്. അതായത് കഴിഞ്ഞ ഒരു നാളുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു പുതിയൊരു തുടക്കങ്ങളിൽ നിങ്ങളെന്ന് പറയുന്നൊരു പേഴ്സൺ അവരെ പറ്റിച്ചിട്ട് പോവോ, ഇല്ലെങ്കിൽ ആ ഒരു വ്യക്തി വിചാരിച്ചിരുന്നത് നിങ്ങൾ പറ്റിക്കും, ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണോ ഞാൻ, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാലും നല്ലതാണോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ വെച്ച് നിർത്തണോ, അതായത് നിങ്ങളെ ഓവറായിട്ട് സംശയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ വ്യക്തിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ശരിക്കും പറഞ്ഞ ഈ പേഴ്സണ് നിങ്ങളെ ഒരു വിശ്വാസം ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ആ തുടക്കത്തിൽ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളോട് പുറമേ നിന്നൊക്കെ ഭയങ്കര ഒരു സ്നേഹം കാണിച്ചിരുന്നെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ഭയങ്കരമായിട്ടൊരു ആദി ഉണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. അത് ആ ഒരു വ്യക്തി പുറമേ നിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളോട് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പുറമേ നിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേഴ്സൺ നിങ്ങൾ ഒരുപാട് പരീക്ഷിക്കുകയും നിരീക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം അവരല്ലാതെ മറ്റൊരു പ്രണയബന്ധം നിങ്ങൾക്കുണ്ടോ, ഇല്ലെങ്കിൽ ആ ഒരു പേഴ്സണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേഴ്സണെ നിങ്ങൾ പറ്റിക്കുകയാണോ, എന്താണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളതെന്നുള്ളൊരു കാര്യത്തിൽ ആ ഒരു വ്യക്തി വളരെയധികം കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്നാണ് കാണിക്കുന്നത്. ആ തുടക്ക സമയങ്ങളിലൊന്നും ഈ പേഴ്സൺ നിങ്ങളെ എന്തായാലും വെറുതെ പറ്റിക്കാനല്ല നിന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഈ ബന്ധം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് പുറമേ നിന്ന് സ്നേഹം പ്രകടിപ്പിച്ചെന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ സംശയത്തോടുകൂടിയും അല്ലെങ്കിൽ ആ ഒരു എനർജിയോടുകൂടിയാണ് നിങ്ങളുടെ വ്യക്തി നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പം നിലവിൽ ഈ വ്യക്തി ഈ ബന്ധത്തിൽ ഒരു സോൾ സ്പാർക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കരമായിട്ടും ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെയാണ് ഈ വ്യക്തിക്ക് അത് ഫീൽ ചെയ്യുന്നത്.
നിങ്ങൾ വന്നതിന് ശേഷമാണ് ഈ ഒരു വ്യക്തി വളരെയധികം ഒരു സന്തോഷവാനായിട്ടും അല്ലെങ്കിൽ സന്തോഷവതിയായിട്ടും അവർ ജീവിക്കുന്നത്. ഇതിനു മുമ്പ് അവർ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ. ചിലപ്പോൾ അവർ വിവാഹം കഴിഞ്ഞൊരു വ്യക്തിയാവാം, പക്ഷേ ആ വിവാഹ ജീവിതത്തിൽ എന്തായാലും അവർ ഹാപ്പി ആയിരുന്നു കാണത്തില്ല, ഒരു സന്തോഷം ഉണ്ടായിരുന്നു കാണത്തില്ല. ചിലപ്പോൾ നിങ്ങൾ വന്നതിന് ശേഷമാണ് ആ ഒരു പേഴ്സൺ വളരെയധികം സന്തോഷത്തോടുകൂടി നിന്നിട്ടുള്ളത്. നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരു സോളിനെ, അതായത് ആ ഒരു ആത്മബന്ധത്തെ നിങ്ങൾക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവാം. നിങ്ങൾക്കും മേ ബി ഇപ്പോൾ ആദ്യമേയൊക്കെ ഈ പേഴ്സണെ കണ്ടപ്പം നിങ്ങൾ ഈ പേഴ്സണ് ഒരേ കൺഫ്യൂഷനിലായിരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അതായത് ആ ഒരു വ്യക്തിനെ വിശ്വസിക്കണോ വേണ്ടയോ എന്താണെന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബന്ധത്തിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ ഒരുപോലെ കൺഫ്യൂസ്ഡ് ആയിരുന്നു എങ്കിലും ഇപ്പം നിലവിൽ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും ഒരുപോലെ സ്നേഹിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ശരിക്കും പറഞ്ഞ് ഈ ബന്ധം വിട്ടുപോകാനുള്ളൊരു മനസ്സില്ല, വിട്ടുപോകാൻ പറ്റില്ല എന്ന് പരസ്പരം നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ആഴമെന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. കാരണം ഒന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ ആ ഒരു വ്യക്തിയുടെ പിന്നാലെ ചെല്ലും, അല്ല ആ ഒരു പേഴ്സൺ തന്നെ നിങ്ങളുടെ പിന്നാലെ വരും. മീൻസ് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അങ്ങനെയൊക്കെ വരുമ്പം പരസ്പരം ഒരു ഒത്തുചേർന്നുകൊണ്ടാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ബന്ധം വിടാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം. അത് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ആ ഒരു സോൾസ്, അതായത് നിങ്ങളുടെ ആ ഒരു മനസ്സുകൾ തമ്മിൽ പരസ്പരം ആ മെസ്സേജുകൾ കൈമാറുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ ഒരു വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്, ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിരിക്കുമ്പോഴാണ് ഒരുപാട് സന്തോഷത്തോടുകൂടി നിൽക്കുന്നത്. നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങളിൽ നേട്ടങ്ങളും അതുപോലെ സന്തോഷങ്ങളും മെൻ്റലി ഒരു ഊർജവും ഫിസിക്കലി ഒരു ഊർജവും വരുന്നുണ്ട്. അതുവരെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാവാം ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ. ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോടൊരു കുറച്ച് സമയം സംസാരിക്കുമ്പോൾ പോലും ഈ വ്യക്തിക്ക് ആ ഒരു ടെൻഷൻ എല്ലാം തന്നെ മറന്നു പോവാണ്. അപ്പോൾ നിങ്ങൾ തന്നെയാണ് അവരുടെ സോൾമേറ്റ് എന്ന് അവർ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ എത്ര വിടാൻ ശ്രമിച്ചാലും ഈ വ്യക്തിയായിട്ട് പിന്നാലെ വരുന്നതും ആ പേഴ്സൺ വിടാൻ ശ്രമിച്ചാലും പിന്നീട് അവരുടെ ഒരു മനസ്സ് മാറി വരുന്നതും ഇക്കാരണം കൊണ്ട് തന്നെയാണ്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇപ്പോഴാണ് ഈ ഒരു സ്നേഹത്തിൻ്റെ വില അറിയാൻ പറ്റുന്നത്. അവരിപ്പോഴാണ് ഈ ബന്ധത്തിൽ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. അതായത് വിടാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് ഇത്രയും നാൾ കണ്ട ഒരു വ്യക്തിയല്ല ഇപ്പം നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളെന്ന് പറയുമ്പോൾ ശരിക്കും ഈ ബന്ധത്തിൽ അവർ നിൽക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ആദ്യത്തെ ഒരു സമയത്തൊന്നും ഈ പേഴ്സണ് വലിയൊരു ആത്മാർത്ഥത ഇല്ലായിരുന്നെങ്കിൽ പോലും ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു ആത്മാർത്ഥത കാണാൻ കഴിയുന്നുണ്ട്. ഇതിനു മുമ്പ് ബ്രേക്കപ്പ് ആയിട്ട് നിന്നിട്ടുള്ള ആൾക്കാരുടെയും കാണിക്കുന്നുണ്ട്, പക്ഷേ വീണ്ടും റീയൂണിയനായിട്ട് വന്നു. പക്ഷെ അവർ വിശ്വസിക്കണോ വേണ്ടയോ എന്ന് അറിയില്ലാതെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ആൾക്കാരും ഉണ്ടാവാം. അപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ട, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ഈ പേഴ്സൺ വന്നത് എന്തെങ്കിലും ഒരു പർപ്പസ്ഫുള്ളി ഒരു നേട്ടങ്ങൾക്ക് വേണ്ടി അല്ല. ശരിക്കും പറഞ്ഞാൽ അവർക്ക് മിസ് ചെയ്യുന്നത് കൊണ്ടും അല്ലെങ്കിൽ ഈ ബന്ധം അവർക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടുമാണ് അവർ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നത്. ഈ സ്നേഹത്തെ നിങ്ങൾക്ക് അംഗീകരിക്കാവുന്നതാണ്, അത് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതുമാണ്. കാരണം നിങ്ങളില്ല എങ്കിൽ അവരുടെ ഒരു ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയിൽ തന്നെയാണ്. അതേപോലെ തന്നെ ഡിവൈൻ പറയുന്നത് ഇപ്പം ഈ ഒരു വ്യക്തിയുടെയും നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ നോക്കുമ്പം ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ സ്വപ്നങ്ങൾ ഒക്കെ കാണാറുണ്ട്. രാത്രിയിലാണെങ്കിൽ പോലും പകലാണെങ്കിലും ഒരു 24/7 ഈ ഒരു ചിന്തകളാണ് അവർക്ക് ഉള്ളത്. നിങ്ങൾ എന്ന് പറയുന്ന ഒരു ചിന്തകൾ മാത്രം അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് എപ്പോഴും വിളിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് നിങ്ങളുടെ അടുത്ത് ഇത്രയും നാളും കാണിക്കാതിരുന്ന ഒരു സ്നേഹം അവർ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നവർ മാത്രമേ റീഡിങ് കാണാവുള്ളൂ. റെസനേറ്റ് ആവാത്തവർ ഫോഴ്സ്ഫുള്ളി ഇത് എൻ്റെ റീഡിംഗ് ആണെന്ന് പറഞ്ഞിട്ട് റെസനേറ്റ് ആക്കാതിരിക്കുക. അപ്പോൾ ഇപ്പം ഈ ഒരു പേഴ്സൺ ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കുന്നത് അവർ നിങ്ങൾക്കൊരു വാല്യൂ കൽപ്പിക്കുന്നുണ്ട്. വളരെയധികം ആ ഒരു സ്നേഹത്തിന്
വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നത് കൊണ്ടുമാണ് ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളെ വിടാതെ പിന്തുടരുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിവൈൻ പറയുന്നത് ഇതൊരു ഇപ്പം ഈ പേഴ്സൺ എന്ന് വെച്ചാൽ ഒരു വളരെയധികം നല്ലൊരു തീരുമാനം എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഭയങ്കര ഫാദർ ഫിഗറിൻ്റെ ഒരു രീതിയാണ് കാണിക്കുന്നത്. അതായത് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഫാദർ ഫിഗറാണ്. മീൻസ് ഇപ്പോൾ ഭയങ്കര ഉത്തരവാദിത്തങ്ങളും അതുപോലെ തന്നെ വളരെയധികം ഒരു നല്ല തീരുമാനം എടുത്ത് നിൽക്കുന്ന ഒരു പേഴ്സണുമായിട്ടൊക്കെയാണ് നിങ്ങളുടെ വ്യക്തിനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഭയങ്കരമായിട്ടൊരു ഉത്തരവാദിത്വവും അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സണ് വേണ്ടി എന്താണ് അടുത്തായിട്ട് തീരുമാനം നല്ലതെടുക്കേണ്ടതെന്നുള്ളൊരു ചിന്തയിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ബന്ധത്തിൽ നിന്ന് വിട്ടുപോകാനേ ഉള്ളൊരു മനസ്സ് തോന്നുന്നില്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബന്ധത്തിൽ ഇപ്പം നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്തുനിന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവർക്ക് ഈ ബന്ധം വിട്ടു പോകാനുള്ള ആ ഒരു മനസ്സ് വരുന്നില്ല എന്നുമാണ് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിങ് നല്ലൊരു റീഡിംഗ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇപ്പം ഓണം ഓഫറുണ്ട്, കഴിയാറായി. താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബായ്.